അതെ, എൻ്റെ പേര് ബാബു എന്നാ, അല്ലാണ്ട് എണ്ണ ബാബു എന്നല്ല. നിങ്ങൾ ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്നേ. അതെന്താടാ അങ്ങനെ ഒരു പറച്ചില്? ഇത്ര നാൾ നിന്നെ എണ്ണ ബാബു എന്നല്ലേ വിളിച്ചിരുന്നത്? പിന്നെന്താ നിനക്കിപ്പോ ഒരു ഇഷ്ടം? ഒന്ന് പിടിക്കേ, പറഞ്ഞത് കേട്ടാ മതി. ഇനി എങ്ങനെ വിളിക്കണ്ട, അതറിഞ്ഞാ പോരെ. ഓ അങ്ങനെ. എണ്ണ തേച്ച് കക്ക ഇറങ്ങിയിരുന്ന നിന്നെ പിന്നെ എണ്ണ ബാബു എന്നല്ല സ്വർണ്ണ ബാബുവേ എന്ന് വിളിക്കും. ഒന്ന് പോടാ അപ്പനെ. എടാ നീ ഞാൻ പറയണ കേക്ക്. 2 ആൾ പൊക്കമുള്ള മതിൽ, പോരാത്തതിന് സാമാനത്തിൻ്റെ മുകളിൽ 2 ഇഞ്ച് കനത്തിൽ ആണി, ചാടിക്കയറി ഇരുന്നതും ആസനത്തിൽ 1-2 അങ്ങ് കുത്തി കയറി. ഓ, അപ്പൊ തന്നെ നിലവിളിച്ച് കാണുമല്ലോ. ഒരു വളയും വിട്ടില്ല. ഇത് ഐറ്റം വേറെയാ മോനെ. പക്ഷേ പണി പാളിയത് അകത്താ. അപ്പൊ CCTV അതൊന്നും അല്ലടാ. പിന്നെ ചന്തിയും തടയി ചാടി ചെന്ന് നിന്നത് ഒരു പട്ടിയുടെ മുന്നിൽ. പട്ടി എന്നുള്ള പേരേ ഉള്ളൂ, കണ്ട ഒരു പോത്ത്. അപ്പം കുഞ്ഞുമണി മണി അടിച്ച് പെടുത്ത്. ഉവ്വ എൻ്റെ പേരിലേ ഉള്ള മോനെ കുഞ്ഞ്. ഈ മണി ഐറ്റം വേറെ. പിന്നെ എടാ, നമ്മളെപ്പോലുള്ള സമാധാന പ്രേമികളായ കള്ളന്മാർ മനസ്സിൽ കരുതേണ്ട ഒന്നുണ്ട്. പെട്ടുവെന്ന് കരുതിയ പെടാതിരിക്കാനുള്ള പ്ലാൻ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി പിടിച്ച് തലയിലോട്ട് വരും. ഓ പുല്ല്. അതെ, സാറിനൊക്കെ ഇട്ട് ജീപ്പിൽ കയറി വരും. കുഞ്ഞുമണി സാർ പണ്ട് അകത്ത് കിടന്നുണ്ട് എന്ന് മറന്നാണോ അല്ലേ? തന്നെ. എടാ അതൊക്കെ അന്നത്തെ കാലം. സത്യത്തിൽ അകത്ത് കിടന്നത് കൊണ്ടാണ് ഞാനൊരു സിസ്റ്റമാറ്റിക് കള്ളനായി മാറിയത്. അത് ശരിയാ. പട്ടിയുടെ കടി ചന്തയിലാണ്, സിസ്റ്റം മൊത്തത്തിൽ മാറി. എടാ എണ്ണ, നീ എന്നെ പറ്റി എന്ത് കരുതി? എടാ എന്ത് പറഞ്ഞാലും നീ നമ്മുടെ എണ്ണയല്ലേ, അതൊന്നും മറക്കാൻ പറ്റത്തില്ല. അത് വിട്. പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ചോദിക്കടാ. ഓ തൊലക്കേ, വാ പറയട്ടെ. എടാ, സമർത്ഥനായ ഒരു കള്ളൻ മതിൽ ചാടുന്നതിന് മുന്നേ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ത്? അകത്ത് പട്ടിയുണ്ടോ ഇല്ലയോ എന്ന്. ആ ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. ഉത്തരം വളരെ കൃത്യമായിട്ട് റെഡിയായിരുന്നു. ഒരു ചെറിയ ഉണക്കം. ഏത് കൊലകൊമ്പം പട്ടിയാണേലും വാലാട്ടിക്കൊണ്ട് പുറകെ വരും. ഓ എൻ്റെ പൊന്നുമണിയെ നിർത്ത്. എന്നിട്ട് നീ എന്തേ ഗുണമുള്ള കാര്യം അത് പറ. ആളിനെ കളിയാക്കും. ഓ നീ ഇപ്പം കള്ളനല്ലല്ലോ, വലിയ മാന്യനല്ലേ. 6 മാസം അകത്ത് കിടന്നപ്പം അവൻ വലിയ മാന്യൻ. 60 വയസ്സിൻ്റെ കനവ്.